ഗൈസ്, എല്ലാവർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മുടെ ചില്ലിംഗ് വൈബായിട്ട് എങ്ങോട്ടാ പോകുന്നേ? ട്രിവാൻഡ്രത്തേക്കല്ലേ? നമ്മള് 3 പേരും കൂടി എന്നെ ഒറ്റയ്ക്കാക്കി ഗൈസ്. വേഗം പോന്നിട്ട് എനിക്ക് അർമാദിക്കാൻ. അപ്പൊ നമ്മൾ എന്തിനാണ് ട്രിവാൻഡ്രം പോകുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിലേ, നമ്മുടെ പൈങ്കിളിക്ക് കലോത്സവത്തിന്റെ സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മുടെ ടെക്നിക്കൽ സ്കൂളിലാണ് പൈങ്കിളി പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്കൂളിന്റെ ഭാഗമായിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് പങ്കെടുത്ത സ്റ്റേറ്റ് കലോത്സവം നടക്കുന്നത്. അപ്പൊ 2025 സ്റ്റേറ്റ് കലോത്സവം നടക്കുന്നത് ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ്. അപ്പൊ കൊച്ചു കുറെ ഐറ്റത്തിനൊക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ ഞാനാണ് ടീച്ചർ. അപ്പൊ ഞാൻ പോവാതിരുന്ന കൊച്ചെന്താ കാണിച്ചു വെക്കാൻ നമുക്ക് കാണാൻ പറ്റൂല. പോയിട്ട് സമ്മാനം കൊണ്ടല്ലാതെ പിന്നെ വീട്ടിലേക്ക് കയറ്റില്ല. അത് ഞാനുണ്ട്, അതുകൊണ്ട് പഠിക്കണം. അപ്പൊ പങ്കെടുത്ത കലോത്സവം നമ്മൾ അടിപൊളിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ ട്രിവാൻഡ്രം വ്ളോഗ് ആയിരിക്കും ഗായ്സ്. മൊത്തം നമ്മുടെ വീഡിയോ ഫോണിൽ ഉണ്ടാവുക കേട്ടോ. അപ്പൊ നമ്മൾ ഇതിനെ പൈപ്പൊക്കെ വേണ്ടി പോകണം ഗായ്സ്. അപ്പൊ നമ്മൾ ബസ് കാത്തു നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഏകദേശം സമയത്ത് 10:48 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ടൗണിലാണുള്ളത്. അപ്പൊ നമ്മളിനി ഇന്ന് ഡയറക്റ്റ് നമ്മൾ ട്രെയിനിലാണ് പോകാൻ പോകുന്നത്. അപ്പൊ മൊത്തം ചില്ലിങ് നല്ല സൂപ്പർ വ്ളോഗാണ് മുമ്പിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്കത് നേരെ വീഡിയോയിലേക്ക് കാണാം. ബാഗുകളെല്ലാം സെറ്റ് ആക്കിയിട്ടില്ലേ? നമ്മള് തിരിച്ചു വരാൻ വേണ്ടി പോകുന്നത് എന്താണെന്നറിയോ? ഇല്ല, ഞായറാഴ്ച ഗായ്സ്. അപ്പൊ നമ്മൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പൊ ഇന്ന് 14-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അപ്പൊ ബസ് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി പോകുന്നത് സാറ്റർഡേ നൈറ്റ് ആണ് ഗൈസ്. സാറ്റർഡേ നൈറ്റ് നമ്മൾ ഇങ്ങോട്ട് കയറും. അപ്പൊ സൺഡേ മോർണിംഗ് നമ്മൾ എത്തും. അപ്പൊ ഏകദേശം ഒരാഴ്ചത്തെ യാത്ര തന്നെ അല്ല, ഒരാഴ്ചത്തെ ഒരു ട്രിവാൻഡ്രം പറയാൻ പറ്റും. അപ്പൊ നമ്മളിത് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ ഇത് ലഗേജ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി മൊത്തം നമ്മുടെ മാമാറ്റനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. പിന്നെ വെറുതെ പറയുന്ന കേട്ടോ, അവർക്ക് സന്തോഷമാണ് ഗൈസ്, നമ്മുടെ അമ്മച്ചീനെ കേട്ടോ. അപ്പൊ ബാക്കിയുള്ള എല്ലാവരും നമ്മൾ നന്നായിട്ട് മിസ് ചെയ്യുവേ. അപ്പൊ മമ്മ ബസ് വന്ന് അതേപ്പോഴേക്കും ബാഗ് എടുത്തതേ പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ലഗേജ് ബുക്ക് നമ്മൾ പോവാണ് ഗൈസ്. അപ്പം എന്താ പറയാ, ഇനി പങ്കന്റെ മൊത്തമുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും പോകുന്നത്. അത് നടക്കില്ല. അപ്പോൾ പൈങ്കിളിൻ്റെ സ്കൂളിൽ നിന്ന് ടോട്ടല് 30 ചിൽഡ്രൻസും പിന്നെ അതുപോലെ ടീച്ചേഴ്സും ഉണ്ടെന്നാണ് പറഞ്ഞത്, കൂടെ നമ്മൾ കേട്ടോ. അപ്പം നമ്മളിനി ഇന്ന് 2 മണിയാകുമ്പോൾ നമ്മൾ ഗ്യാരേജിൽ നിന്ന് ബസ് കയറും. പിന്നെ കോഴിക്കോട് നിന്ന് അവിടുന്ന് ട്രെയിനിനാണ് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ വ്ളോഗ് ഇന്നൊരു ട്രാവൽ വ്ളോഗ് തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും കലോത്സവമൊക്കെ സൂപ്പറായി നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ടെക്നിക്കൽ സ്കൂളിൻ്റെ കലോത്സവത്തിന് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വൈബ് ഞാൻ ഇപ്പോഴും ഓർക്കുമ്പോൾ സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ ബസ് എവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വാനമ്പാടി ബസ്സാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം നമുക്ക് ബസ് കയറി Let's go guys. നമ്മള് ബസ് കയറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ പോവാം. ബസ്സിൽ കയറി ഗായ്സ് എല്ലാവരും. അപ്പൊ എല്ലാവരും ബസ്സിൽ കയറി കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ബസ് കുറച്ച് സമയത്തിന് ശേഷം എടുക്കും കേട്ടോ. ഞാൻ സീറ്റിൽ പോണേ. നീ നിന്റെ ബാഗും അതെന്നെ ബാക്കി ആർക്കും ഇവിടെ ഇരിക്കുമ്പോൾ നിൽക്കുക വേണ്ട. നേരെ ടൗണിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. കം ഓൺ. 1 hour later. ഗായ്സ്, അപ്പോൾ ഞാൻ ഒരു മൂക്കൂറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗായ്സ്? നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മളങ്ങനെ ടൗണിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൈങ്കിളിക്ക് മൂക്ക് കുത്തണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഷാഡിയം. കൊച്ചിന് ഓൾറെഡി ഇപ്പുറത്തൊരു മൂക്കുണ്ട്. അപ്പോൾ ഇപ്പുറത്തും കൂടി പൈങ്കിളിക്ക് മൂക്ക് വേണമെന്നുണ്ട്, ഒരേ ഷാഡിയം. അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ കയറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൈങ്കിളിനി മൂക്കുത്താൻ വേണ്ടി പോകണം. 2 മൂക്കിലും കയറുന്നത് എന്തിനാണോ? അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ മൂക്ക് കയറി കുത്തുന്ന എങ്ങനെ നോക്കിക്കഴിയാം. അയ്യേ വാവ് ഗായ്സ്, അപ്പൊ പൈകളിന്റെ മൂക്കില് മാർക്കിടാണ്.
ഗായ്സ് ആ പേനയൊക്കെ വാങ്ങി ഭയങ്കര ഒറ്റയ്ക്കാണ് മൂക്കിൽ മാർക്ക് ചെയ്യുന്നത്. ആ അവിടെ പോരെ മമ്മേ. ഗായ്സ് അപ്പോൾ പൈങ്കിളിൻ്റെ മൂക്കിൽ മാർക്ക് ചെയ്ത് കേട്ടിട്ട് അപ്പോൾ നമുക്ക് നോക്കാം. അല്ല നാക്കിലല്ല മൂക്കിൽ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ മൂക്കിൽ സ്റ്റണ്ടടിക്കാൻ പോകുന്നത്. ഗായ്സ് അങ്ങനെ നമ്മുടെ പൈങ്കിളിൻ്റെ ഇപ്പുറത്തെ മൂക്കിതേ കുത്താൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതേ നമ്മുടെ സ്റ്റഡ് അടിക്കുന്ന മെഷീനൊക്കെ കൊണ്ട് മൂക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊച്ച് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ടിഷ് അപ്പം അങ്ങനെ മൂക്ക് അങ്ങനെ ഇതാ കുത്തിയിട്ടുണ്ട് കേട്ടോ. അയ്യോ പക്ഷേ ഇത് മൂക്കൂത്തി ഇച്ചിരി തെറിച്ചാണ് നിൽക്കുന്നത്. അത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മൂക്ക് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇങ്ങനെ താന്നല്ലേ ഇരിക്കുക. അപ്പോൾ നോക്കുന്ന ടൈപ്പിൽ മൂക്കൂത്തി തെറിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ആക്ച്വലി അവിടെ എന്തോ ഒരു പ്രോബ്ലം പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് കണ്ടപ്പോഴേ ഡൗട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം എന്താ സംഭവം നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്താ നമുക്ക് നോക്കി കാണാവേ. ഭയങ്കര ചാടി എഴുന്നിട്ട് കണ്ണാടി നോക്കുകയാണ്. അപ്പോൾ മൂക്ക് എന്താ അവസ്ഥ നോക്കണമല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ മൂക്കും കാതൊക്കെ കുത്തുമ്പോൾ ഇങ്ങനെ സ്റ്റഡ് സാധാരണ തെറിച്ച് നിൽക്കാറില്ലല്ലോ പതിവ്. പക്ഷേ ഇതെന്തുകൊണ്ട് അതിങ്ങനെ നിൽക്കുന്നത് ഗായ്സ്. ഗായ്സ് ഭയങ്കര മൂക്കൂത്തി അയ്യോ പെട്ട് അയ്യോ. എന്റെ ഗായ്സ് മൊത്തത്തിൽ ചോരക്കളിയായി. നമ്മുടെ പൈങ്ങളിന്റെ മൂക്കിലെ മൂക്കൂത്തി പ്രസ്താവാത്തോണ്ട് മൂക്കൂത്തി പറിച്ച് ദൂരെ കളഞ്ഞു. ദൈവമേ ചോരപ്പുഴ ഒഴുകുന്നു. ഗായ്സ് ഇപ്പോൾ ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് വേദനയില്ലാതെ മൂക്കൂത്തി തരും എന്നൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. പക്ഷേ പൈങ്കിളിക്ക് ഇവിടെ കിട്ടിയത് 8ൻ്റെ പണിയാണ്. നല്ല വേദന എടുത്ത് കൂടെ ബ്ലഡും വന്നു. അപ്പോൾ ഷൂട്ടറിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. കാരണം കുറേ നാളായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന ഷൂട്ടറും കൊണ്ടാണ് തോന്നുന്നു ഇവരത് ചെയ്തത്. ഇനിയിപ്പോൾ അറിയാഞ്ഞിട്ടാണോന്നും അറിയില്ല. ഇത് ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു മൂക്കൂത്തി ഇങ്ങനെ ആയിട്ടുണ്ടാവുക ആദ്യമായിട്ടായിരിക്കും. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞെങ്കിലും കാര്യം സീരിയസ് ആണ് കേട്ടോ ഗായ്സ്. അപ്പം പൈങ്കിളിൻ്റെ മൂക്കിൽ 2ാമത്തെ പ്രാവശ്യം ഇനി അടിക്കാൻ വേണ്ടി പോവാണ്. ഇതേ നമ്മുടെ പ്രഷർ ശരിയാക്കുവാണ്. പങ്ക മമ്മ മൊത്തത്തിൽ ടെൻഷൻ അടിച്ച് വായും പൊളിച്ച് നിൽക്കുവാണ്. അയ്യോ അങ്ങനെ സെക്കൻഡ് ടൈം ഇതേ പങ്കൻ്റെ മൂക്കിൽ മൂക്കുത്തി ഇടാൻ പോവാണ്. ഗായ്സ് അപ്പോൾ പാവം പൈങ്കിളി അവൻ്റെ മൂക്കിൽ 2ാമത്തെ പ്രാവശ്യം കൂടി നമ്മൾ മൂക്ക് കുത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കുത്തിയ ഭാഗത്ത് തന്നെ ഒന്നും കൂടി നമ്മുടെ മൂക്കൂത്തി ഒന്നും കൂടി സ്റ്റഡ് അടിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അവരുടെ പ്രഷറിൻ്റെ പ്രശ്നമാണെന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്താണ് കാരണം നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഓക്കെ റെഡിയായില്ല? റെഡിയായോ? ഓക്കെ റെഡിയായി. റെഡി ഓക്കെ ഗായ്സ്. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യത്തിൽ പൈങ്ങൾക്ക് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ആ പ്രഷറിന് എന്തോ സീനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ല എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ മൂക്കിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല. നോക്കട്ടെ വെച്ചാൽ ഓക്കെ റെഡി എന്റെ ഗായ്സ് ഒന്നും പറയണ്ട. ഒന്നൊന്ന് മൂക്കൂത്ത് തന്നെയായിരുന്നു. പങ്കന്റെ മൂക്ക് എന്തായാലും കുത്തി കുറെ ചോരക്കളിയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിന്ന് യാത്ര തുടങ്ങാൻ വേണ്ടി പോകണേ. നിങ്ങൾ ചില്ലി പൈപ്പിലാണ് എന്റെ അത് ആ മെഷീന്റെ എന്തോ പ്രശ്നമായിരുന്നു ഗായ്സ്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് സ്റ്റക്ക് ആവുന്നുണ്ടായിരുന്നു. എന്തായാലും എല്ലാം ഗുഡായി എന്താ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഗണപതി ടെമ്പിളിലേക്കാണ്. അപ്പം നമ്മളന്ന് സപ്താഹത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വേഗം അങ്ങോട്ട് പോകാം ഗായ്സ്. അങ്ങനെ നമ്മൾ ഗണപതി ടെമ്പിളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കയറാം ഗായ്സ്. അപ്പം നമുക്ക് നമ്മുടെ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വരാം. അപ്പം നമ്മുടെ വിഘ്നേശ്വരൻ കണ്ടോ. ഓക്കെ ഗായ്സ് ലെറ്റ്സ് ഗോ. അപ്പം നമ്മുടെ അമ്പലം ഗായ്സ് നമ്മൾ ചന്ദനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്യാമറ അലൗഡ് അല്ല കേട്ടോ. നമ്മൾ അലൗഡ് ആക്കി ഉള്ളിൽ കേട്ടോ. ഇവിടെ ചുറ്റമ്പലത്തിൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് ചന്ദനം കിട്ടിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഇറക്കാം ഗായ്സ്. അങ്ങനെ നമ്മളത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എങ്ങോട്ട് പോവാം? നേരെ നമുക്ക് നടക്കാം ഗായ്സ്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അത് വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഗ്യാരേജിലേക്കാണ്. അപ്പോൾ പങ്കൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളും നമ്മുടെ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളെല്ലാവരും സാറുമാരൊക്കെ ഗ്യാരേജിലേക്ക് വരും. അപ്പം ഇത് കഴിഞ്ഞ പാടെ നമ്മൾ അങ്ങോട്ട് പോകണം. ഏകദേശം 2-2:30 ആവുമായിരിക്കും. അപ്പം നമുക്ക് ഓൺ ദ വേ
പോകാം. A few moments later. ഗായ്സ് അപ്പൊ അവിടെ വാറ്റ അതാ വരെ മീൻ വാങ്ങിയിട്ട് ഇറങ്ങിയവരാണ്. അപ്പൊ അവിടെ മീൻകടയിലെ ചേട്ടന്മാർ പറഞ്ഞു അവരെ കൂടി വ്ളോഗിൽ ഉൾപ്പെടുത്താൻ. അപ്പം അവരുടെ കടയടക്കം നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ കമോൺ കമോൺ. അപ്പോൾ അവരുടെ മത്തിയൊക്കെ വാങ്ങി അവരെ മത്തിയൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയവരാണ്. അപ്പം നമ്മളിനി അത് എല്ലാ ടൈപ്പ് ഫിഷസും ഉണ്ട്. നമുക്ക് ഏത് വേണമല്ലോ അതോടെ എടുത്ത് കഴിക്കാനാണ്. ന്യൂ ഷോപ്പാണ് ഗായ്സ്. അപ്പം നമ്മളിനി വാവാറ്റിനോട് വീട് പറയാൻ വേണ്ടി പോവാണ് ഗായ്സ്. എനിക്ക് വിഷമമാണ്. വാവാറ്റിനെ ഗുഡ് ബൈ പറഞ്ഞിട്ട് നമ്മളിനി ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. നമ്മളെ വാവാറ്റിനോട് ഗുഡ് ബൈ പറയട്ടെ. ശരി കേട്ടോ. ഈ ഭയങ്കര വിഷമാവാണ് ഗായ്സ്. അപ്പോൾ വാവാറ്റിനെ മിസ് ചെയ്യാണ് ഭയങ്കരമായിട്ട്. ഇവർക്കാണ് വാവാറ്റിനെ വിടാൻ തോന്നുന്നേ ഇല്ല. ടാറ്റാ. നമ്മുടെ വാവാറ്റ ടാറ്റ പറഞ്ഞ് പോയി ഗായ്സ്. ആ പൈസ ഉണ്ട് ഗായ്സ്. ഇനി നമ്മൾ നേരെ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്കാണ് നമുക്ക് ഓൺ ദ വേ പോകാം. യെസ്. ഇവിടെ മമ്മ നമ്മുടെ കൂടെ ഉണ്ട്. വാവാറ്റിനെ നമ്മൾ ഗുഡ് ബൈ ആക്കിയില്ലേ. വിഷമാവാണ് ഗായ്സ്. അയ്യോ നമുക്ക് പോവാം. ഗായ്സ് അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഗ്യാരേജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലേ പങ്ക ഗായ്സ്. അപ്പോൾ പയലിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് അവിടെ നിൽപ്പുണ്ട്. അപ്പം ഈ വരുന്നവരെ നമ്മളെ സമയം ഏകദേശം 1:30 ആയിട്ടുണ്ട് സമയം. ഗ്യാരേജിലേക്ക് നടക്കാവേ. അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട്. അപ്പോൾ ബസ്സുകളൊക്കെ വന്നുകൊണ്ടും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. യെസ് ഗായ്സ് ലെറ്റ്സ് ഗോ. ഗായ്സ് അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നമ്മളിവിടെ ഇരിക്കുകയാണ്. പിന്നെ നമുക്ക് അവർക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഗായ്സ്. ഗായ്സ് അപ്പം നമ്മുടെ സുൽത്താൻ ബത്തേരി ഗ്യാരേജിൽ നമ്മുടെ ജെൻസിനും ലേഡീസിനും ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് 2 റൂംസ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പുറത്ത് ഇവിടെ ഇരുന്നായിട്ട് റെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അകത്ത് കയറിയിട്ടായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജെൻസിൻ്റെ ഭാഗം വരുന്നത് ഇവിടെ ആയിട്ടാണ്. അപ്പം ലേഡീസിൻ്റെ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ലേഡീസ് വേണമെങ്കിൽ അവിടെ ബോർഡ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് നമുക്ക് സേഫാണ്. ഒരു തരത്തിലുള്ള ഉപദ്രവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇരിക്കണേ സേഫാണ്. അപ്പോൾ ഇവിടെ ഫാൻ ലൈറ്റ് എന്നിവ ഉപയോഗിക്കുന്നവർ പോകുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുക. അപ്പോൾ അതും കൂടി അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം നമുക്ക് സൗകര്യപ്രദമായ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാം അല്ലേ. ഗായ്സ് ഇപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ ഇച്ചിരി ആപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഭയങ്കരമായിട്ട് വിശക്കും. അപ്പോൾ നമുക്ക് ആപ്പിൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എവിടെ പോയാലും ആപ്പിളാണല്ലോ. നമ്മൾ വെള്ളം ആപ്പിൾ എടുത്ത് കഴുകാൻ വേണ്ടി പോവാണ് ഗൈസ്. എങ്ങോട്ടെങ്കിലും പോയി കഴുകാം. അതിലേക്ക് പ്രവേശനം വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സൈഡിൽ അങ്ങനെ പോയി കഴുകാം. അവിടെ കുറേ ചെടി ഉണ്ടല്ലോ, നമുക്ക് അതിനകത്ത് കഴുകാം. ചെടീൻ്റെ പൊക്കത്തേക്ക് കഴുകാം നമുക്ക്. ഓ ബസ്സിൻ്റെ ഒരു രക്ഷയില്ല ഗൈസ്. രാവിലെ ഇച്ചിരി കഞ്ഞി കുടിച്ചിറങ്ങിയതാണ്. കഞ്ഞി കുടിച്ച് എനർജി വരുന്നതാണ്. അമ്മച്ചി കഞ്ഞി കുടിപ്പിച്ചിട്ടാണ് കഴിച്ചിട്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എങ്ങാൻ നിന്ന് കഴുകാം. അതാ പിടിച്ചോ. അപ്പം നമുക്ക് ഈ ആപ്പിൾസ് എല്ലാം കഴുകിക്കണം. കാരണം ആപ്പിളിലൊക്കെ നിറച്ച് ചീത്തയായിരിക്കും ഉണ്ടാവുക അല്ലേ പങ്ക? അതെ അതെ അതെ. എന്താ ബിഗ് ഗാസ്റ്റാണ്. ബിഗ് ഗാസ്റ്റ്. ഇത് പിടിച്ചോ അമ്മേ. എടാ ഗൈസ് അപ്പോൾ ഈ ആപ്പിൾ കഴുകിട്ടോ. അപ്പോൾ എനിക്ക് പങ്ങനെ ഹെൽപ്പ് വേണം. കട്ട് ഗായ്സ്. അപ്പോൾ ആദ്യം മൂത്ത് ഒരാപ്പിൾ ഞാൻ പങ്കും കൂടി തീർത്തിട്ടുണ്ട്. ആപ്പിൾ കഴിക്കും. അപ്പോൾ നമുക്ക് ചെടിക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ കഴുകിക്കൊണ്ട് വന്ന ആപ്പിളൊക്കെ തിന്നാൻ വേണ്ടി പോവാണ്. അത് ഭയങ്കര വിശക്കുന്നുള്ളതും സാറൊക്കെ തിന്നുവാണോ. ഒരു മധുരമുണ്ട് ആപ്പിളിന്. ആപ്പിൾ കഴിക്കാം. വിശപ്പ് മാറിയോ? വിശപ്പ് കൊണ്ട് കഴിക്കാം. പറ. സത്യം പറഞ്ഞാൽ ഒന്നും വായ വെക്കാൻ കൊള്ളില്ല. താഴെ പോയി വല്ല ബ്രെഡോ ജാമോ എടുത്ത് വിശപ്പ് മാത്രം ഒന്നും തന്നേക്ക്. മമ്മ സ്പോഞ്ചാണ് കഴിച്ചിരുന്നത്. A few moments later. ഗായ്സ് അപ്പോൾ നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ
അതേ പങ്കത്തെ ക്ലാസ്മേറ്റ്സ് കുട്ടികളൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര കാറ്റാണ്, ചില്ലിങ് വൈബിൽ ബസ്. അതെ യെസ് ഗൈസ്. അപ്പോൾ അതേ പങ്കൻ്റെ സ്റ്റുഡൻസ് സാറുമാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് എന്താ അവസ്ഥ നമുക്ക് നോക്കാം ഗായ്സ്. അപ്പോൾ പൈലിൻ്റെ പേര് വിളിച്ചത് പങ്കനെ ആ സൈഡിലേക്ക് സാറുമാർ അങ്ങ് മാറി നിർത്തിയിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മുടെ മമ്മ ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എൻ്റെ ടേണാണ്. അപ്പോൾ ഞാൻ കയറാൻ വേണ്ടി പോകണം. കമോൺ ഗായ്സ്, ലെറ്റ്സ് ഗോ ഗായ്സ്. ഞാനിതേ അപ്പോൾ നമ്മുടെ പൈങ്കിളി ഇത് ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബസ് ഫുള്ള് നമ്മളാണ്, ഫുൾ ഓഫ് നമ്മളാണ് ഗൈസ്. അപ്പോൾ പിള്ളേരൊക്കെ ബസ്സിൽ സാറുമാരെ കയറുന്ന ഒരു തിരക്കിലാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ബസ് ഫുൾ ആളുണ്ടാവും അല്ലേ പൈങ്കിളി? ഈ ഒരു ബസ് ഫുൾ ആൾക്കാരുണ്ടാവും അല്ലേ നമ്മുടെ കുട്ടികൾ തന്നെ? ഗായ്സ്, അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ സാറുമാർക്ക് ഫുൾ ടെൻഷൻ ആയിരിക്കും. അവിടെ ആരൊക്കെ കയറി ആരൊക്കെ കയറില്ല എന്നൊക്കെ ഫുള്ള് ടെൻഷനാണ്. അപ്പോൾ പിള്ളേരെയൊക്കെ അവർ എന്താ പറയുക ഗുഡ് ബൈ പറയുന്നതിൻ്റെ അതുപോലെ തന്നെ സീറ്റിലാക്കുന്നതിൻ്റെ ഒക്കെ മൊത്തത്തിൽ ടെൻഷനിലാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ കാഴ്ച കൂടെ ഒന്ന് കാണാം അല്ലേ? അതെ ഓക്കെ ഗായ്സ്. അപ്പോൾ എല്ലാവരും ഇതേ ഗുഡ് ബൈ ഒക്കെ പറയുന്നുണ്ട് അവരുടെ പാരൻസിനോട്. അപ്പോൾ നമ്മുടെ ബസ് കുറച്ച് സമയത്തിന് ശേഷം എടുക്കും ഗായ്സ്. ഇപ്പോൾ പാരൻസും ടീച്ചേഴ്സൊക്കെ ഇതേ പുറത്ത് നിൽക്കുവാണ്. നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ നമ്മുടെ KSRTC ബസ്സാണ് കേട്ടോ. അപ്പോൾ ഈ ബസ് ഫുള്ള് നമ്മൾ തന്നെയാണ് ഗായ്സ്, പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ പാരൻസ് എല്ലാവരും നമ്മുടെ ബസ്സിന് ചുറ്റും നിൽക്കുവാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ടീച്ചർമാരൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര യാത്രയാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ടീച്ചർമാരൊക്കെ നമ്മുടെ കുട്ടികളോടൊക്കെ ടാറ്റ പറയാണ് അല്ലേ അമ്മേ? കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്താണ് നമുക്ക് ഇഷ്ടമുള്ള KSRTC ബസ്സിന്റെ ഫ്രണ്ട് സീറ്റാണ്. അതാണ് ഭയങ്കര സന്തോഷമുള്ളത്. അതാണ് ഈ സീറ്റ് ഒരിക്കലും മിസ് ചെയ്യാൻ നമ്മുടെ സ്വന്തം സീറ്റാണ് ഗൈസ്. അയ്യോ മാറിപ്പോയി. അപ്പൊ അങ്ങനെ ടീച്ചറാണ് ഗായ്സ്. അപ്പൊ കുട്ടികളൊക്കെ ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ഫോട്ടോ എടുക്കുന്ന ബിസിയിലാണ്. അപ്പൊ ഒരു സെൽഫി ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പൊ എല്ലാരും കയറി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പങ്കന ടീച്ചേഴ്സ് എല്ലാവരും പൈങ്കിളിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ടീച്ചർമാർക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെയും പൈങ്കിളിനെയും കൂടി മാറിപ്പോയി. ഈ കണക്കിന് വാവാറ്റയും കൂടി വന്നായിരുന്നെങ്കിൽ മൊത്തത്തിൽ മാറിപ്പോയേനെ കേട്ടോ. അങ്ങനെ പൈങ്കിളിനെ എന്തായാലും അനുഗ്രഹിച്ചിട്ടുണ്ട് ടീച്ചർ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പൈങ്കിളി നമ്മുടെ ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് ബസ്സിൽ നിന്ന് നിന്നിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പങ്കന ടീച്ചേഴ്സിൻ്റെ അടുത്ത് എന്തായാലും പങ്കന ബ്ലെസ്സിങ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിള്ളേരെ വിട്ട് പോകാൻ തോന്നുന്നില്ല. എനിക്ക് തീ പിടിച്ചു ഓക്കെ. അപ്പൊ നമുക്ക് കാണാമല്ലോ എല്ലാരും ഇത് കണ്ട് ഞെട്ടിപ്പോണ് ഗൈസ്. ഞാൻ എന്താ കപ്പ അങ്ങനെ ടീച്ചേഴ്സ് എല്ലാ മക്കളെ അനുഗ്രഹിച്ച് അവരങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഡ്രൈവർ വന്നിട്ടുണ്ട് ബസ്സിന്റെ. അപ്പൊ നമ്മളിപ്പോ ബസ് എടുത്ത് പോകാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പൊ ബസ്സിൽ കുട്ടികളെ കയറി ഇരിക്കുകയാണ്. അപ്പൊ എല്ലാരും യാത്ര വളരെ സന്തോഷത്തിലാണ്. ബസ് അപ്പൊ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടാണ്. അപ്പൊ നമ്മൾ ബസ് എവിടെ ഭയങ്കര ഓക്കെ ഗായ്സ്. അങ്ങനെ നമ്മുടെ ബസ് ഇതേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാറുമാരൊക്കെ കയറി ടീച്ചേഴ്സ് എല്ലാവരും കയറി. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വിടുകയാണ് ട്രിവാൻഡ്രത്തേക്ക്. അപ്പോൾ ഈ ബസ് ഇപ്പോൾ പോകുന്നത് നമ്മുടെ കോഴിക്കോടിലേക്കാണ് കേട്ടോ. മൊത്തത്തിൽ ഇപ്പോഴും കൂടി ആരുടെ ടെൻഷൻ മാറിയിട്ടില്ല. അപ്പൊ പൈകളി വിട്ടിരുന്ന് മുഴുവൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ബസ് ഏകദേശം 2:30 കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഡയറക്റ്റിന് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കോഴിക്കോടേക്കാണ് പോകുന്നത്. അപ്പൊ ഏകദേശം ഒരു 3-3.5 മണിക്കൂർ എടുക്കും അല്ലേ? അതെ ഓക്കെ. അപ്പൊ നമുക്കിനി ഇപ്പൊ ഈവനിങ് ആവും എന്തായാലും. നമുക്ക് ഓൺ ദ വേ പോകാം ഗായ്സ്. അപ്പം നമ്മളിപ്പം ഏകദേശം നമ്മുടെ വയനാടിൻ്റെ ബോർഡർ എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ചുരത്തിലേക്ക് ചുരം കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ സമയം ഇപ്പം
3:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 hour വേണം നമുക്ക് നമ്മുടെ ചുരം വരെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബോർഡറാണ് ഈ കാണുന്നത്. അപ്പം നമ്മളെ താങ്ക് യു എന്നൊക്കെ എഴുതിയൊരു ബോർഡർ നമുക്ക് കാണാം. നമ്മൾ വയനാട്ടിലേക്ക് വരുന്ന ടൈമിൽ വെൽക്കം ടു വയനാട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇത് നേരത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ഫസ്റ്റ് തന്നെ കാണാൻ പോകുന്നത് നമ്മുടെ ചുരത്തിൻ്റെ അടിപൊളി വ്യൂ പോയിന്റിലേക്കാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. കണ്ടില്ലേ, ഇവിടെ എപ്പോഴും തന്നെ നല്ല നമുക്ക് എന്താ പറയുക കോടമഞ്ഞ് കാണാനായിട്ട് സാധിക്കുവേ. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നമ്മളെല്ലാവരും ഇരുന്ന് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക്. 2 hours later. ഗായ്സ്, അങ്ങനെ നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ ബസ് ഡയറക്റ്റ് വന്നത്. അപ്പോൾ സമയം ഏകദേശം വന്നിട്ട് 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് ഇനി ഇവിടുന്ന് ഡയറക്റ്റ് നമ്മളിനി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൽ കയറില്ല. അപ്പോൾ നല്ല ഇരുട്ടായിരുന്നു KSRTC ബസ് സ്റ്റാൻഡിൽ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളി വെളിച്ചമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ബോർഡൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും, കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പൈങ്കിളിയാണ് കേട്ടോ സൈഡ് സീറ്റിലിരിക്കുന്നത്. പൈങ്കിളി എപ്പോഴും സൈഡ് സീറ്റിലിരിക്കുന്ന ആളാണ് കേട്ടോ. അങ്ങനെ നമ്മളിതിപ്പം മാനാഞ്ചിറ എത്തിയിട്ടുണ്ട്. നമുക്ക് മാനാഞ്ചിറ എല്ലാവർക്കും അറിയില്ല, നമ്മുടെ കോഴിക്കോട് മാനാഞ്ചിറ. അപ്പോൾ ആ റൂട്ട് വഴിയാണല്ലോ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പോഴാണ് ഞാനും അമ്മയും പൈങ്കിളി ഒരു കാര്യം ശ്രദ്ധിച്ചത്. അപ്പോൾ നിങ്ങൾ എന്താ നോക്കുന്നത്? തൊട്ട് മുമ്പിലുള്ള ബസ്സിൽ നമ്മുടെ ടോമാജറിൻ്റെ ഒരു പിക്ചറാണ് കാണുന്നത്. പക്ഷേ ടോമിനല്ല നമ്മുടെ ജെറിക്ക് ആക്ച്വലി മൂക്കില്ല. സത്യം പറയുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സത്യം ചിരി വന്നു കേട്ടോ. അത് കണ്ട് ഞങ്ങൾ ഒത്തിരി ചിരിച്ചു, ചെറുക്കി മൂക്കില്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ നല്ല കോമഡി ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊരു ഫണ്ണി, നമ്മുടെ ബസ്സിൻ്റെ ബാക്കിൽ കാണുമ്പോൾ ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നി. ആരും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, പക്ഷെ നമ്മളത് പെട്ടെന്ന് ശ്രദ്ധിക്കും. കാരണം ടോം ആൻഡ് ജെറി നമ്മുടെ ഫേവറേറ്റ്. അങ്ങനെ നമ്മുടെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 10 minutes ട്രാവൽ ചെയ്ത് നമ്മൾ അങ്ങനെ നമ്മുടെ സദേൺ റെയിൽവേ കോഴിക്കോട്, അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ്സിന് ഇവിടെ നമ്മളെ ഇനി ഇറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇനി ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നൊരു തിരക്കാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇതേ ക്യൂ ആയിട്ട് നമ്മുടെ ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഓൾറെഡി ട്രെയിനൊക്കെ മുമ്പേ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ പറയുക, നമ്മളിനി ബസ്സിനോട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് നമ്മളിനി പോവുകയാണ്. കാരണം നമ്മൾ ഇത്ര നേരം ട്രാവൽ ചെയ്ത വണ്ടിയാണല്ലോ. അപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്ത വണ്ടിയാണെങ്കിലും ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിലും എനിക്ക് അവിടെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ അറ്റാച്ച്ഡ് ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഞാനും പൈങ്കിളിയും നടക്കുകയാണ്. നമ്മുടെ തൊട്ട് മുമ്പിലും അമ്മയും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ തന്നെ നമുക്ക് പോകണമല്ലോ. അപ്പം അമ്മ മൊത്തത്തിൽ വേർത്തൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഡീഹൈഡ്രേഷൻ ആവുന്നുണ്ട്. അപ്പോൾ നമ്മളെക്കാളൊക്കെ കൂടുതൽ ഡീഹൈഡ്രേറ്റ് ആവുന്നത് നമ്മുടെ അമ്മയാണ് കേട്ടോ. വേർത്ത് രക്ഷയില്ല. മുഖം തുടച്ച് അമ്മേൻ്റെ മുഖത്ത് കൂടി ബ്ലഡ് വരെ വരും. മാതിരി ആവും കേട്ടോ അമ്മേൻ്റെ ഫേസ്. അപ്പം ഞങ്ങൾ മക്കളും നമ്മളും എല്ലാവരും എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ നിൽക്കുകയാണ്. അപ്പം സാറുമാർക്കായാലും നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. ഓരോ കുട്ടികളെ നമുക്ക് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു എന്താ പറയുക ഉത്തരവാദിത്വമുണ്ട്. അപ്പം നമ്മുടെ കൂടെ തന്നെ ഓരോരുത്തരെയും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരാൾ മിസ്സായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ ഓരോരുത്തരെയും നമുക്ക് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഹൈ ക്ലാസ്സുകാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു റൂം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കയറിയിട്ട് നമ്മൾ എല്ലാ കുട്ടികളെയും ഇരുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ നമ്മളും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോറി ഗൈസ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നിട്ട് 8 മണിക്കാണ്. അപ്പോൾ നമ്മളിപ്പം കുറച്ച് നേരത്തെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ നമുക്ക് ട്രെയിൻ കയറി പോകാമെന്ന് ഓർക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും പൈങ്കിളും ഏകദേശം ഞാൻ കുറച്ച് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകാമല്ലേ ഗായ്സ്. അങ്ങനെ നമ്മൾ ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ പൈങ്കിളിനെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വിട്ടിട്ടുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ ഞാനും അമ്മയാണ് ഒരുമിച്ച് നടക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ നടക്കാണ് കേട്ടോ. അങ്ങനെ ഏകദേശം 6:45 കൂടി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇതേ ടീച്ചേഴ്സൊക്കെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കുട്ടികളെ കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കുട്ടികളെ കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ നമ്മളും ഉണ്ടല്ലോ. അപ്പോൾ നമുക്കും അതേ റെസ്പോൺസിബിലിറ്റി തന്നെയുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കയറണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കുന്ന പറഞ്ഞാൽ ജസ്റ്റ് ഒരു ചായ കുടിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ടീച്ചറിൻ്റെ മോളാണ് കേട്ടോ ഗൈസ് ഈ കണ്ടത്. അപ്പോൾ ഭയങ്കര നാണക്കാരിയാണേ. അപ്പോൾ ഇത് കുട്ടികളൊക്കെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാത്രിക്കത്തേക്ക് കഴിക്കാനുള്ള ഫുഡ് നമ്മളെല്ലാവരും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ട്രെയിനിൽ നിന്ന് കഴിക്കാമെന്ന് ഓർത്തിട്ടാണ്. ഇപ്പോൾ ജസ്റ്റ് കയറിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ചായയും
ചെറിയ എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കുന്നു. അപ്പോഴത്തെ ഒരു വിശപ്പ് ശമിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനും മക്കളൊക്കെ എല്ലാവരും കുട്ടികളൊക്കെ വന്നിട്ട് സ്നാക്കൊക്കെ വാങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും നമുക്കുള്ള സ്നാക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മമ്മയ്ക്ക് ഈ നെയ്വട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നെയ്വട പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് നെയ്വട വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും മമ്മയും കൂടി നെയ്വട ഇനി കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചായ ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഗായ്സ് ഒന്നും പറയണം, നെയ്വട അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നെയ്വട നെയ്യ് പോലെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മുടെ നെയ്വട. എന്നാലും സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ടീച്ചറിൻ്റെ മോൾ ഓടി വന്നത് കേട്ടോ. അപ്പം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി വാവേനെ. അപ്പം വാവേനെ ഭയങ്കരമായിട്ട് പരിചയപ്പെട്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ എല്ലാവരും പുറത്തേക്കൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട്, ടീച്ചേഴ്സും അതെ. അപ്പോൾ നമ്മളിങ്ങനെ പുറത്ത് ഇവിടെ ഇങ്ങനെ പുറത്തല്ല കേട്ടോ, ഉള്ളിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വാവേൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാവേനെയൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഇരുട്ടായി വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല ഇരുട്ടൊക്കെയായി നമ്മളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എല്ലാവരും നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് നമുക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടേറിയ വഴിയായിരുന്നു. കാരണം കുഞ്ഞൂര് വഴി കൂടി എല്ലാവരും ക്യൂ ആയി നടക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കണ്ണും കാണുന്ന ഇരുട്ടുമായിരുന്നു. അപ്പം എല്ലാവരും സേഫാക്കി കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അങ്ങനെ ഇതേ നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ അറ്റ് ലാസ്റ്റ് ഗായ്സ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലഗേജിൻ്റെ ഒക്കെ അടുത്തേക്ക് പോയിട്ട് വീണ്ടും നമ്മൾ ആദ്യം പോയിരുന്ന അതേ സ്ഥലത്ത് നമുക്ക് വീണ്ടും പോയിട്ടിരിക്കാം. അപ്പോൾ നമ്മൾ 8 മണിയാകുമ്പോഴേക്കും നമ്മുടെ ട്രെയിൻ വരുമല്ലോ. അപ്പോൾ അത് വരെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ആവി എടുക്കുന്നുണ്ട്. നമുക്ക് വയനാട്ടിലെ ക്ലൈമറ്റാണ് ഗായ്സ് പറ്റുള്ളൂ. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് പറ്റേ ഇല്ല കേട്ടോ. അപ്പോൾ പങ്കനും ഫ്രണ്ടും കൂടി തെളിഞ്ഞുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ട്രെയിൻ അല്ല ഗായ്സ് വന്നത്. അപ്പോൾ നമ്മളെല്ലാവരും നല്ല ശശികളായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ശശിയായിട്ട് നിന്ന് മടുത്തിട്ട് പങ്കന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കാൻ വേണ്ടി പോയതാണ്. ഭയങ്കര ഇവിടെ പങ്കനെ കാണുന്നില്ല. ശശിയായില്ലല്ലോ, ആരും ശശിയായില്ല. ശശിയാവാത്ത രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എവിടെ പോയാലും ശശി ഉള്ളതാണ് അല്ലേ? അതെ. അപ്പോൾ ശശി ട്രെയിനിൻ്റെ അരികെ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ ട്രെയിനിലൊക്കെ കയറുന്നുണ്ട്. എല്ലാവരും വിട്ടടിച്ച പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രെയിനിൽ കയറണം. അപ്പോൾ നമ്മൾ ഓൺ ദ വേ വെയിറ്റിംഗ് ആണ് അല്ലേ? അതെ, യെസ് ഗൈസ്. ഗായ്സ് അപ്പോൾ നമ്മുടെ അടുത്ത ട്രെയിൻ എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അപ്പം ട്രെയിനിൽ കയറാൻ വേണ്ടി ഞാൻ മൊത്തം ചില്ലിങ് വൈബായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ ചില്ലിങ് വൈബാക്കിയാൽ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അപ്പം ഞാനെന്നെ വായി തോന്നിയതുപോലെ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് അല്ലേ വന്നേ? അതെ. അപ്പോൾ പൈകളിൽ ഇത് വായും പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ ശശിയായിരിക്കുകയാണ്. നമ്മളൊരു ഫ്രണ്ടിനെ പോലെ കേട്ടോ ശശി. അപ്പോൾ എവിടെ പോലെ ശശിയുണ്ട്. അപ്പോൾ നമ്മളെവിടെ പോലെ ശശി ഗായ്സ്. അപ്പോൾ നമ്മുടെ വെയിറ്റ് ചെയ്ത് അറ്റ്ലാസ്റ്റ് നമ്മുടെ ട്രെയിൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ആക്ച്വലി ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ മമ്മയുണ്ട്, നമ്മുടെ പൈങ്കിളി ബ്ലോഗർ നമ്മുടെ കൂടെ ആയിട്ട് ബാഗൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ട്രെയിനിൽ കയറാൻ വേണ്ടി എല്ലാവരും സെറ്റായി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഞാനും റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് നമ്മുടെ ഇതല്ല ട്രെയിനോ? ഇതല്ല ട്രെയിൻ എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നമുക്ക് കാണാം എന്താണ് നമുക്ക് നടക്കാൻ പോകുന്നത്. മൊത്തത്തിൽ ചില്ലിങ് വൈബാണ്. കാണിക്ക് കൊച്ചേ വൈബാക്ക്. ട്രെയിനിക്കാൻ പോണ് നമ്മുടെ ട്രെയിനൊക്കെ നിർത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സീറ്റ് നമ്മുടെ ട്രെയിൻ തന്നെ അല്ലേ ഇത്? നമുക്കറിയില്ല. അതായത് നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാവരും കൂടി അപ്പൊ നെക്സ്റ്റ് ട്രെയിൻ ആണെന്നാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ട്രെയിൻ അല്ല ഗായ്സ് വന്നത്. അപ്പോൾ നമ്മളെല്ലാവരും നല്ല ശശികളായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ശശിയായിട്ട് നിന്ന് മടുത്തിട്ട് പങ്കന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കാൻ വേണ്ടി പോയതാണ്. ഭയങ്കര ഇവിടെ പങ്കനെ കാണുന്നില്ല. ശശിയായില്ലല്ലോ, ആരും ശശിയായില്ല. ശശിയാവാത്ത രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എവിടെ പോയാലും ശശി ഉള്ളതാണ് അല്ലേ? അതെ. അപ്പോൾ ശശി ട്രെയിനിൻ്റെ അരികെ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ ട്രെയിനിലൊക്കെ കയറുന്നുണ്ട്. എല്ലാവരും വിട്ടടിച്ച പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രെയിനിൽ കയറണം. അപ്പോൾ നമ്മൾ ഓൺ ദ വേ വെയിറ്റിംഗ് ആണ് അല്ലേ? അതെ, യെസ് ഗൈസ്.
ഗായ്സ് അപ്പം നമ്മുടെ അടുത്ത ട്രെയിൻ എപ്പോഴാന്ന് നമുക്കറിയില്ല. അപ്പം ട്രെയിനിൽ കയറാൻ വേണ്ടി ഞാൻ മൊത്തം ചില്ലിങ് വൈബായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഇവിടെ ചില്ലിങ് വൈബാക്കിയാണ് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അപ്പം ഞാനെന്നെ വായി തോന്നിയതുപോലെ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് അല്ലേ മമ്മേ? അതെ. അപ്പോൾ പൈകളിൽ വായും പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ ശശിയായിരിക്കുകയാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെ കേട്ടോ ഈ ശശി. അപ്പോൾ എവിടെ പോലെ ശശിയുണ്ട്. അപ്പോൾ നമ്മളെവിടെ പോലെ ശശി ഗായ്സ് നമ്മുടെ ഈ ട്രെയിൻ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഞാനാണ് എൻ്റെ കൈ പറയും കൈ വിട് കൈ വിട്. അപ്പൊ ഇനി നെക്സ്റ്റ് ട്രെയിനാണ് നമ്മുടെ. നെക്സ്റ്റ് ട്രെയിനാണ് നമ്മുടെ. ഫസ്റ്റ് ട്രെയിൻ പോയിട്ടുണ്ട്. അടുത്ത ട്രെയിനാണ് നമ്മുടെ. അടുത്ത ട്രെയിൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ജുവാന, വാട്ട് ആർ യു ഡൂയിങ് ദേർ? ഗായ്സ് അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ട്രെയിൻ എത്തി കഴിഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പോൾ വെളിച്ചൊക്കെ തെളിച്ചത് ട്രെയിൻ ഓക്കെ ഗായ്സ് ലെറ്റ്സ് ഗോ. അയ്യോ അമ്മയെ തെറിപ്പിക്കണ ഗൈസ് കൊണ്ട് ക്യാമറ ഫോണല്ല ഇതെടുത്തിട്ടാണ്. നമ്മുടെ മക്കളൊക്കെ ഇതേ പ്രോപ്പർട്ടീസും കൊണ്ട് നമ്മുടെ കീബോർഡും കൊണ്ട് അതുപോലെ തന്നെ എന്താ ഡ്രം സെറ്റും കാര്യങ്ങളും ഇവിടെ ഗാനമേളക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രോപ്പർട്ടീസും കൊണ്ട് ആ പൈങ്കിളിയാണ് നമ്മുടെ ഫീമെയിൽ വേർഷൻ പാടുന്നത്. ബാഗൊക്കെ ഇടുവാണ് ഗായ്സ്. ഇതിന് മാത്രം ഒന്നും ഇല്ല എൻ്റെ ബാഗിൽ. പക്ഷെ വേസ്റ്റും കൊണ്ട് വരുമായിരുന്നു ഗൈസ്. നമ്മളെയും കൂടി ഒരു ഇടിച്ചിടാൻ പാകത്തിലാണ് വരുന്നത്. എൻ്റെ ദൈവമേ കാണിക്കേ. ചേച്ചി മൊത്തത്തിൽ കലിപ്പാണ് ഗൈസ്. മുഴുവൻ കലിപ്പാണ്. നേരത്തെ വേസ്റ്റ് ചേച്ചി അവിടെ വീഴാനും വഴിയിടയ്ക്ക്. അയ്യോ 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 എൻ്റെ ദൈവമേ, നമ്മൾ എവിടെ നിന്നാലും അവിടെ വഴിയാക്കുവാണ് എല്ലാവരും. അതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. എൻ്റെ ദൈവമേ, അവിടെ അല്ലല്ലോ വഴി. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിൻ ഇത് അങ്ങനെ വെളിച്ചം തെളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതാ കൂന്നു. അതാ അപ്പൊ നമ്മുടെ പൈങ്കിളിന്റെ മിമിക്രിയിൽ നമ്മുടെ ട്രെയിൻ ഉണ്ട്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗായ്സ്. അപ്പോൾ ട്രെയിനിൽ കയറാൻ വേണ്ടി എല്ലാം ത്രില്ലടിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇത് അങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ പാമ്പ് പോലെ എഴയുന്നു. ചെണ്ടയൊക്കെ കൊണ്ടാണ് നമ്മുടെ മക്കളൊക്കെ വന്നിരിക്കുന്നത്. മക്കളെ ഊണ് കഴിഞ്ഞോ? അതാ ട്രെയിൻ വിളിച്ചു കളിക്കുന്നു. നമ്മുടെ നിസാമുദ്ദീൻ ട്രെയിനിൽ എന്റെ കണ്ണ് ഒട്ടിക്കാൻ മുതൽ ലൈറ്റ് തെളിച്ചു വരുന്നു. വലിയ സൗണ്ട് കൊണ്ടാണ് വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം സൗണ്ട്. നമ്മൾ പറഞ്ഞു നമ്മുടെ ട്രെയിൻ കയറാൻ പോകാം. നമ്മുടെ ട്രെയിൻ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആഗതമായി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ പ്രാവശ്യമെങ്കിലും നമ്മൾ ശശിയാവില്ല നമുക്ക് വിചാരിക്കാം അല്ലേ പങ്ക? അപ്പൊ നമുക്ക് കട്ട വെയിറ്റിംഗ് ചെയ്യാം നമ്മുടെ സീറ്റ് കാണാൻ വേണ്ടിട്ട്. അപ്പം ഉള്ള കാറ്റും മൂക്കൊക്കെ കൊണ്ടുവന്നിട്ട് എന്റെ മുടി ഫുള്ള് ചപ്രിയായി. മുക്കുത്തി അടിക്കട്ടില്ലെന്ന് പറയണ്ട. അയ്യോ എല്ലാം കാണുന്നുണ്ട്. അതാണ് മകന്റെ മുക്കുത്തി. ഇപ്പോൾ ട്രെയിൻ നൈസിൽ നിർത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് കയറാൻ വേണ്ടി പോവാം. ലെറ്റ്സ് ഗോ. എല്ലാവരും പോവാണ്. അപ്പം നമുക്ക് പോവാം. അയ്യോ എന്താ അവസ്ഥ നമുക്കറിയില്ല ഗായ്സ്. അപ്പം നമുക്ക് നടന്നു നീങ്ങാം. അയ്യോ പിടിച്ചിടാൻ മാത്രമാണ് എല്ലാവരും നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗായ്സ്. അപ്പം ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചാണ് നടക്കുന്നത് ഗായ്സ്. അപ്പം നമ്മുടെ തലമണ്ട എവിടെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഭയങ്കര തിക്കും തിരക്കുമാണ്. മൊത്തത്തിൽ ഫുള്ള് തിരക്കാണ്. നമുക്ക് അങ്ങനെ കയറാട്ടോ. അപ്പം എൻ്റെ ഫോൺ നഷ്ടപ്പെടും. അയ്യോ ഒരു ഗായ്സ്. അപ്പം എവിടെ എന്ത് അപ്പം അവിടെയാണ് നമ്മുടെ ഇത് വന്നിരിക്കുന്നത്. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് അങ്ങോട്ട് നടക്കാം. അപ്പം കയറുമ്പോൾ എൻ്റെ ഫോൺ മിസ്സാവും. ഞാൻ ഫോൺ സേഫാക്കി വെക്കണം കേട്ടോ. അയ്യോ ഗായ്സ് വെരി വെരി തിക്കാണ് ഗായ്സ്. അപ്പോൾ ഇറങ്ങുന്നതിൻ്റെയും കയറുന്നതിൻ്റെയൊക്കെ ഒരു തിരക്കാണ് കാണുന്നത്. നമുക്ക് വേഗം കയറാം ഗായ്സ്. അമ്മേ ഇത് എന്നെ ഇടിച്ചിട്ടുണ്ട് പോകുന്നാരോ. A few moments later. ഗായ്സ് അങ്ങനെ ഒരു കണക്കിന് നമ്മൾ ട്രെയിനിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഭയങ്കര റഷായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കയറുന്ന ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. എൻ്റെ അടുത്ത് ഫോൺ മിസ്സായി പോകും അല്ലേ അമ്മ? അപ്പോൾ അത് നമ്മൾ പൈങ്കിളി അങ്ങനെ ഫ്രണ്ട്സൊക്കെ അത് അവിടെ ഇരിക്കുകയാണ്. അപ്പം നമ്മളിത് കറക്റ്റ് ഡോറിൻ്റെ തൊട്ടടുത്താണ് ഗൈസ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി കെയർഫുൾ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഇവിടെ. ഓക്കെ ഗൈസ്
നമുക്കിപ്പോൾ വിൻഡോ സീറ്റ് കിട്ടിയില്ല കേട്ടോ. ടു സാഡ്. എൻ്റെ ഗായ്സ് നമുക്ക് ബാത്റൂമിൻ്റെ അടുത്തുള്ള സീറ്റാണ് കിട്ടിയത്. വളരെ സ്മെല്ലായിട്ട് നമുക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര തലവേദനയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സീറ്റ് നമ്പർ റെഡി ആയിട്ടില്ല. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ തന്നെ വേറെ സീറ്റ് മാറ്റുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. പക്ഷേ നമ്മൾ ഇരിക്കുന്ന ഈ സീറ്റിൽ ഓൾറെഡി 6 പേര് ഇരിക്കണം. നമ്മളോട് വെയിറ്റിംഗ് ആണ്. ഇവരൊക്കെ ആകെ തലവേദന എടുത്തിരിക്കുകയാണ്. കഴിക്കാൻ പറ്റില്ല. തൊട്ടപ്പുറത്താണ് നമ്മുടെ ബാത്റൂം വന്നിട്ടുള്ളത്. ഭയങ്കര സീനാണ്. അപ്പോൾ നമ്മൾ ട്രെയിൻ, ഞാൻ പറഞ്ഞാൽ നമ്മൾ ട്രെയിൻ എടുത്തിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗായ്സ്, ഇപ്പോൾ എനിക്കും പൈങ്കിളിക്കും മമ്മയ്ക്കും മുകളിലാണ് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ഓൾറെഡി ബുക്ക് ചെയ്ത സീറ്റിൽ തന്നെയാണ് ചേട്ടനും ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളോടിപ്പോൾ ജസ്റ്റ് എല്ലാവരോടും ഒന്ന് ജസ്റ്റ് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ TTR വന്നതിന് ശേഷം നമ്മുടെ സീറ്റൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഓരോ സീറ്റിൽ കൊണ്ടിട്ട് ഇരുത്താം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മുടെ TTR വന്നിട്ട് നമ്മുടെ സീറ്റൊക്കെ കറക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികളൊക്കെ ഇനി ബാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ സീറ്റ് ഏകദേശം കറക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സീറ്റിൽ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അവരൊക്കെ അവരുടെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ട്രെയിനിൻ്റെ ബാക്ക് സൈഡിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഇറുകി പിടിച്ചിരിക്കുന്നിടത്ത് ഞാനിപ്പോൾ ഒന്ന് ലൂസായിട്ട് സൈഡ് സീറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല കാറ്റുണ്ട് ഗൈസ്. ഫോൺ പോയി നല്ല ടച്ചായിരിക്കും. അപ്പോൾ നമ്മുടെ മമ്മയും പെങ്ങളും ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മക്കളൊക്കെ എഴുന്നേറ്റ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള സീറ്റ് അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ബസ്സിലൊക്കെ ചക്കർ കയറുന്ന പോലെ ഒരാൾ കയറി നമ്മുടെ സീറ്റൊക്കെ കറക്റ്റായിട്ട് ഞങ്ങൾ പേര് പറയില്ല. ഓക്കെ TTR. ഓക്കെ യെസ് TTR. അപ്പോൾ ഗൈസ് ഇവിടെ നല്ല മിററൊക്കെ കാണുന്നുണ്ട്. ചപ്പരി പോലാണ് ഗൈസ്. ഞാനപ്പോൾ എൻ്റെ മുടിയൊക്കെ എനിക്ക് നീരണം. നമുക്ക് എന്തായാലും നമ്മുടെ സീറ്റ് കിട്ടുന്നവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ പൈങ്കിളിക്ക് ഇവിടേക്ക് വരണം എന്ന് പറയാണ്. എന്നാൽ അവിടേക്ക് ഇരുന്നോ. ട്രെയിനിൽ നടക്കാൻ പറ്റുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ബസ് അറിഞ്ഞപ്പോൾ കുറച്ച് അപ്പുറത്തിരുന്നേനെ. അപ്പോൾ പൈങ്കിളിത് അവിടെ ഇരിക്കുവാണ് ഗൈസ്. അയ്യട്ടെ. അപ്പോൾ നമ്മുടെ മമ്മ ഇത് അവസ്ഥയായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പുറത്തേക്കുള്ള വ്യൂ നമുക്ക് ശരിക്കും കിട്ടുന്നില്ല. നല്ല ട്രെയിൻ അപ്പോൾ നല്ല ഫാസ്റ്റിലാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഫാസ്റ്റിലാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൂപ്പർ കൂൾ. അവിടെ ഇരുന്നോട്ടെ ഗൈസ്. ഇപ്പോൾ ആക്ച്വലി നമ്മളിനി ഞാനും അമ്മയും സൈക്കിളിയും കൂടിയാണ് ഇനി ഈ സീറ്റിലുള്ളൂ. അപ്പം നമ്മളെയും കൂടി അവർ ഇവിടുന്ന് മാറ്റും എന്നാണ് പറഞ്ഞതല്ലേ. എന്തായാലും ഈ മണത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഇനി അവിടെ പോയപ്പോൾ ഇതിൽ അപ്പുറം മണമാണോ നമുക്ക് അറിയില്ല. ജിമ്മേ ഓക്കെ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. എന്നാലും ഇവിടെ സൈഡ് സീറ്റൊക്കെ ആയിരുന്നു, പക്ഷെ സ്മെല്ലാണ്. അപ്പോൾ ട്രെയിനിൻ്റെ നല്ല അടിപൊളി സൗണ്ടൊക്കെ പോയി കേട്ടോണ്ട് പോവാം. അപ്പോൾ നല്ല രസമുണ്ട് കേൾക്കാൻ. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പൊന്നുമില്ല, വയനാടിൻ്റെ അത്ര തണുപ്പൊന്നുമില്ല. എങ്കിൽ ഇച്ചിരി തണുപ്പുള്ളുണ്ട്, തുള്ളി തണുപ്പ്. പക്ഷെ ഭയങ്കര ചൂടാണ്, അതാണ് വിഷയം. മങ്ക എങ്ങനെ ഉണ്ടോ? ഇത് ഭയങ്കര അടിപൊളി കേട്ടോ. ഗായ്സ്, ഇപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സൈഡ് സീറ്റ് ശരിക്കും നമ്മുടെ അല്ല കേട്ടോ. നമുക്ക് 3 പേർക്കും കിട്ടിയിരിക്കുന്ന മുകളിലത്തെ സീറ്റിലാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സീറ്റ് നമ്പർ ഉണ്ട് കേട്ടോ. അപ്പോൾ 75, 78, 79 എന്ന് പറഞ്ഞ നമ്പറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ സീറ്റിൻ്റെ മെയിൻ ഉടമസ്ഥൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറേണ്ടി വരും. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്തു നിന്നാണ് കയറുക. അപ്പോൾ തൃശ്ശൂരിൽ നിന്നും അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നൊക്കെ ആൾക്കാർ കയറുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് നമുക്കിപ്പോൾ കുറേ നേരം ഇവിടെ ഇരിക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലേക്ക് മാറേണ്ടതായിട്ട് വരും. അപ്പം അമ്മ ബാത്റൂമിൻ്റെ മണം മണത്ത് ചാവുകയാണ്. അപ്പോൾ ആ മണം സഹിച്ച് അടുത്തുള്ള ചേട്ടൻ്റെ ഫുഡും കഴിക്കുകയാണ്. അപ്പം നമ്മൾ പല സാഹചര്യങ്ങളിൽ കൂടി നമ്മൾ കടന്ന് പോകേണ്ടി വരും. എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനും കൂടി നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടതാണ്. ഗായ്സ്, അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ഫോൺ തീരെ ചാർജില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ചാർജിങ് കേബിളൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് ചാർജൊക്കെ ചെയ്യാൻ പറ്റും. ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് പോയാൽ തീർന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫോണൊരു കുറച്ച് നേരം ചാർജ് ചെയ്തിട്ടുണ്ട്. ഗായ്സ്, ഞാനിപ്പോൾ ഓടി വരാം. അല്ലേടാ ഓടി വരും. അതിൻ്റെ ഇപ്പുറത്തേക്ക് വെച്ചാൽ A few moments later. ഗായ്സ്, അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ഫോണൊക്കെ ചാർജ് ചെയ്തെടുത്തിട്ടുണ്ട്. അമ്മയും പൈകളും എൻ്റെ അടുത്തേക്ക് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നൊരു ചേട്ടൻ്റെ ഇവിടെ സീറ്റൊക്കെ ആക്കിയിട്ട് ഇവിടെ കിടക്കുവാണ്. അപ്പോൾ ഇനിയിപ്പം ആൾക്കാർ കയറുന്നവരും നമ്മളിനി മിക്കവാറും മോളിൽ കയറി കിടക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ സീറ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ പൊക്കത്താണ്. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ മക്കളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളാണ് കഴിക്കാൻ പോകുന്നത്. അപ്പം അമ്മ നമുക്ക് വാരിത്തരും. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ ഇതേ കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൽ കഴിക്കാൻ നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ സമയം ഏകദേശം വന്നിട്ട് ഗായ്സ് ഓക്കെ 9:22 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കാം. നല്ല വിശക്കുന്നുണ്ട്, പസിക്കിത് ഗൈസ്. ചോറ് എടുക്ക് കഴിക്കാം.
എവിടെ എത്തുന്ന എനിക്കൊരു ഉദ്ദേശമില്ല. നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം. സ്ഥലമൊക്കെ പിന്നെ നോക്കാം, നമുക്ക് ഫുഡ് കഴിക്കാം. ഗായ്സ് അപ്പോൾ നമ്മുടെ മമ്മ ചോറൊക്കെ തുറക്കുന്നുണ്ട്. നല്ല വാട്ടി ഇലയിലാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മുടെ ബസ്സല്ല ട്രെയിൻ ഏതൊരു സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരും കയറി വരുമോ എന്ന് നമുക്കറിയില്ല. നമ്മൾ 3 പേര് പൊക്കത്താണ് ഗായ്സ് കിടക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് വേഗം ഫുഡ് കഴിക്കാം കേട്ടോ. നമ്മൾ ചോറ് വാരി തരുന്നുണ്ട്. തരും വേണ്ടെന്നാ മര്യാദ ഗായ്സ്. ഇപ്പൊ നമ്മുടെ മമ്മ നമുക്ക് വാരി തരുവാണേ. വാരി എൻ്റെ വായിലേക്കിട. ഒന്ന് ഉരുട്ടി വായിലിട്. എന്റെ ഗായ്സ് ഞാൻ ചത്തോണ്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഞാൻ ചത്തോണ്ടാണ് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. ഒരു രക്ഷയില്ല ഗായ്സ്, അവസ്ഥയാണ്. ഇതൊക്കെ നമ്മൾ തരണം ചെയ്ത് പറ്റുള്ളൂ. പൈങ്ങളി വേണ്ടെന്നൊരു പൈങ്ങളി പറയാണ്. ഭയങ്കര സ്മെല്ല് കഴിക്കും. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വേസ്റ്റ് കളയാൻ വേണ്ടി പോവാണ്. നടന്നു പോവാം. വേസ്റ്റ് ബാസ്കറ്റ് ഫുള്ളാണ്. ഓ ഗായ്സ് വേസ്റ്റ് ഫുള്ളാണ്. സാറില്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിടാം. അപ്പം മൊത്തം ഭയങ്കര സ്മെല്ലൊക്കെ ആയിട്ടാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇതുവരെ എടുത്തിട്ടില്ല ഗായ്സ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ മെയിനായിട്ടുള്ള ഇതൊരു സ്റ്റോപ്പിൽ ഇപ്പോൾ നിർത്തിയിട്ടിരിക്കാൻ ആൾക്കാർ കയറാനും ഇറങ്ങാനൊക്കെ ആയിട്ട് കേട്ടോ. കണ്ടോ ഗായ്സ്, നമ്മളിവിടെ ഫസ്റ്റ് നമ്മളിവിടെയാണ് ഗായ്സ്. ഇനി നെക്സ്റ്റ് നമ്മളിനി ഉറങ്ങാനുള്ള പരിപാടിയിലേക്ക് കടക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മളാണ് ലേറ്റായിട്ട് ഫുഡ് കഴിച്ച്, ബാക്കിയുള്ള കുട്ടികളും സാറുമാരൊക്കെ ടീച്ചേഴ്സൊക്കെ ഫുഡ് മുമ്പേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി കിടക്കാനുള്ള പരിപാടി നോക്കാം ഗായ്സ്. അങ്ങനെ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ ഹെയർ ഒക്കെ മോളിൽ കെട്ടി വെച്ചു. അപ്പം നമ്മളിനി നമ്മുടെ സീറ്റ് മുകളിലാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കിനി മോളിൽ കയറി കിടക്കാം അല്ലേ പങ്ക. മോളിൽ കയറാം ഗായ്സ്. ആ ടൈമിലാണ് ഇന്ന് ബാത്റൂമിലേക്ക് വന്നത്. എൻ്റെ മോനെ ബാത്റൂമിൻ്റെ ഒന്നും പറയേണ്ട മൊത്തം അവസ്ഥയാണ്. അമ്മയാണ് അവിടെ ബാത്റൂമിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം ഗായ്സ്. അങ്ങനെ 1.5 മുളകുള്ള ബാത്റൂമിൽ പോയി നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മക്കൾസൊക്കെ അവിടെ ഭയങ്കര പാട്ടും വേണമൊക്കെയാണ്. അപ്പം നമുക്ക് അതിൻ്റെ വ്യൂ ഒന്ന് കളിക്കുന്നല്ലോ. നമ്മുടെ കുട്ടികളെല്ലാവരും അടിപൊളിയായി പാട്ടൊക്കെ പാടി അടിപൊളിയായി കോട്ടി പാടി സൂപ്പർ ഡ്യൂപ്പർ കൂളാക്കുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ സീറ്റിൽ നിന്ന് കുറച്ച് ദൂരെയാണ് നമ്മുടെ ഈ കുട്ടികളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. എന്നാലും വൈബാക്കട്ടെ അവര്. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ബാത്റൂമിന് ഭയങ്കര സ്മെല്ലുണ്ടെന്നുള്ളൂ, പക്ഷെ ഭയങ്കര വൃത്തിയാണ് അല്ലേ? ഭയങ്കര വൃത്തി ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര സ്മെല്ലാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അപ്പം അത് മാത്രമേ ഒരു ഇഷ്യൂ ഉള്ളൂ. പക്ഷേ ബാത്റൂം കാര്യം നല്ല വൃത്തിയാണ്, നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്. അപ്പം നമുക്ക് മോളിൽ കയറി ഇരിക്കാം അല്ലേ ഗായ്സ്. അങ്ങനെ ഞാനിനി നമ്മുടെ മമ്മേനെയും പൈങ്ങളീനെയും നമ്മൾ മുകളിലത്തെ സീറ്റിലേക്ക് ഇനി ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമുക്ക് മുകളിലത്തെ സീറ്റിലേക്ക് കിട്ടിയത്. അപ്പം നമുക്ക് എനിക്ക് ട്രെയിനിൽ വന്ന അവിടെ മുകളിലത്തെ സീറ്റിൽ ഇരിക്കാനാണ് കൊതിയായത് കേട്ടോ. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ എനിക്ക് മുകളിലത്തെ സീറ്റാണ് കിട്ടിയത്. പക്ഷേ ഒരു കാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ താഴത്തെ സീറ്റാണ് കേട്ടോ. പിന്നെ അവിടെ കയറിയത് ഒരു ചേട്ടൻ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് മുകളിലത്തെ സീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം മമ്മ ഇതേ അതിസാഹസികമായി നമ്മുടെ കുരങ്ങന്മാരൊക്കെ മരത്തിൽ കയറുന്ന പോലെ മമ്മ ഇതേ നമ്മുടെ മമ്മ ജുവാനക്കുരങ്ങായിട്ട് ട്രെയിനിൻ്റെ മണ്ടയിലേക്ക് കയറുവാണ്. അപ്പം ഞാൻ അവിടെ എത്തിട്ട് അമ്മയ്ക്ക് വീഡിയോ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊട്ടനോട് കയറാൻ പറഞ്ഞിട്ട് മമ്മ എന്തൊക്കെയോ അവിടെ കിടന്ന് കാളിക്കാടായിരുന്നു. എനിക്കാളെ ഒപ്പം ചിരിയും വരുന്നുണ്ട്, പക്ഷെ ഞാൻ ഒന്നും പുറത്ത് കാണിച്ചില്ല കേട്ടോ. അപ്പോൾ പങ്ങൻ്റെ അടുത്ത് ക്യാമറ തട്ടിപ്പറിച്ചുകൊണ്ടു മമ്മ കയറിയതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ മമ്മ ഒന്നും വിചാരിച്ചതല്ല കേട്ടോ ഗായ്സ്. അതിസാഹസികമായി ചാടി ഓടി കയറി. ഞാൻ ഓർത്തു അയ്യോ എടാ എന്നെ പിടിക്കടാന്നൊക്കെ പറഞ്ഞ് വരുമായിരുന്നു. പക്ഷെ വിചാരിച്ച പോലെയല്ല, മരം കയറാൻ അറിയാം എന്നെ പോലെ തന്നെ എൻ്റെ അല്ലേ മമ്മ. അങ്ങനെ മമ്മ കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ പൈങ്കിളിനെയാണ് ആകാൻ വേണ്ടി പോകുന്നത്. കൊച്ചിനാണെങ്കിൽ മമ്മേനേക്കാളും പേടിക്കുന്നത് കണ്ടിട്ട് എനിക്കധികം ദേഷ്യം വന്നില്ലേ. കൊച്ചിനോട് കയറാൻ പറഞ്ഞില്ലേ, പിന്നെ കൊച്ചെന്താക്കി
ചവിട്ടി പിടിച്ച് കയറി. ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സോക്സ് ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ ആ സംഭവത്തിൽ ചവിട്ടുമ്പോൾ നമ്മുടെ കാല് സ്ലിപ്പാവും. അതൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, കാരണം ഞാൻ തെറിച്ച് നിലത്ത് കിടക്കുമെന്ന്. ഗായ്സ്, അങ്ങനെ ഞാൻ മമ്മേനെയും പൈങ്കിളിനെയും മുകളിലാക്കിയിട്ടുണ്ട്. എടാ ഒരു യോബറി അപ്പം ഇനി നെക്സ്റ്റ് എൻ്റെ ടേൺ ആണ്. നമ്മുടെ കുട്ടികളൊക്കെ അവിടെ കൊട്ടും പാട്ടൊക്കെയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം. അപ്പം എല്ലാവരും ഇവിടെ വൈബാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ ആ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഏകദേശം സൈഡായ രീതിയിലൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ സാറുമാരൊക്കെ നല്ല വൈബ് അടിച്ച് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സീനാണ് ഗായ്സ് നമ്മൾ കാണുന്നത്. അപ്പൊ ക്യാമറയ്ക്ക് ഫേസ് ചെയ്യാൻ മടിയുള്ളവരാണ്. ഫേസ് ചെയ്യാൻ മടിയൊന്നുമില്ലല്ലോ. നമുക്ക് കുഴപ്പമില്ല. അപ്പൊ ക്യാമറയ്ക്ക് ഫേസ് ചെയ്യാൻ മടിയില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ സൂപ്പർ. അപ്പൊ ഗായ്സ്, ഞാൻ ആക്ച്വലി സൈഡാൻ വേണ്ടി പോവാണ്. വൈബാണ്. അപ്പൊ ഗായ്സ്, ഓൺ ദ വേ കുഞ്ഞാച്ചി സാഹസികരമായിട്ട് നമ്മുടെ അതിന്റെ പൊക്കത്ത് കയറാൻ പോവാണ് ഗായ്സ്. അപ്പൊ നമുക്ക് നോക്കാം ഗായ്സ് കുഞ്ഞാച്ചിയുടെ സാഹസികത. ഫോൺ പോയാൽ കുഴപ്പമുണ്ടോ? അപ്പൊ ഗായ്സ്, കുഞ്ഞാച്ചി കുറെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതെ ഗായ്സ്, നമ്മള് ഓപ്പോസിറ്റ് ആണ്. അത് കഴിഞ്ഞ വാട നമ്മുടെ ഒരു കുട്ടൻ ഓടി വന്നിട്ട് മക്രോണിയും ചിക്കനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി കേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേഗം കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ കുട്ടി ആ ട്രെയിനിലുള്ള എല്ലാവർക്കും തന്നെ ആ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ കൊച്ചിൻ്റെ മനസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം ഒരു സാധനം കൊണ്ടുവന്നിട്ട് അത് എല്ലാവർക്കും കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അത് ഭയങ്കര തന്നെയാണ്. നല്ലൊരു ശീലവും കൂടിയാണ്. ആ കൊച്ചിൽ നിന്ന് അത് കണ്ടു പഠിക്കേണ്ട കാര്യം തന്നെയാണ്. കണ്ടില്ലേ, അവിടെ കിടന്ന ആ ചേട്ടനെ അധികം കൊച്ചി വിളിച്ചിട്ട് ആ ചേട്ടനടക്കം കൊച്ചത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് ആ കൂട്ടൻ്റെ ആ സ്വഭാവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഓടി വന്ന് എല്ലാവർക്കും ഇതേ അമ്മയ്ക്കും പൈങ്കിളിക്കും എല്ലാവർക്കും ആയിട്ട് ആ കൂട്ടനത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ കൂട്ടൻ്റെ മനസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എന്തായാലും കൂട്ടൻ തന്ന സൂപ്പർ സാധനം എന്തായാലും ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാനോർത്ത് ഇത് വല്ല ഷവർമ്മ ആയിരിക്കുന്നത്. ഷവർമ്മനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഇവിടെ പിന്നെ നമ്മുടെ കുറച്ച് പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. പാട്ടൊക്കെ പാടി സെറ്റ് ആക്കിയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മുടെ സീറ്റൊക്കെ ഇപ്പം എന്തായാലും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ 3 പേര് മുകളിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇന്ന് നമ്മളിനി ഉറങ്ങാനൊക്കെ ഉള്ള പരിപാടിയാണ്. അതാ ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. 10:39 ടൈം. അപ്പം ഡേ 1 അതായത് 14-ാം തീയതിയാണ്. അപ്പം ഇന്നത്തെ ജേണി ഇതാണ്. അപ്പം നാളത്തെ ജേണി ഡേ 2 ആണ്. അപ്പോൾ അതൊരു അടുത്ത പുതിയ വ്ളോഗായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഒരു വീഡിയോ ആയിട്ട് ഒരു വ്ളോഗായിട്ട് പോകുന്നതാണ്. അപ്പം ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനെ പറഞ്ഞ് ഞാൻ ഓരോ വ്ളോഗായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം നാളത്തെ വിശേഷങ്ങളെ ഒക്കെ നാളത്തെ വ്ളോഗിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ എന്നാൽ ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് നാളെ കാണട്ടെ ഗായ്സ്. ബൈ ഗായ്സ്. എല്ലാവരും ബൈ പറയുമെങ്കിൽ കാണുന്നില്ല അമ്മേ. നമുക്ക് ടുമോറോ അടുത്ത പുതിയ വ്ളോഗിലൂടെ കാണാം കേട്ടോ. ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. അപ്പം നമ്മുടെ ബെഡൊക്കെ ഇവിടെ സെറ്റാണ്. അപ്പം നമുക്ക് ഇനി കിടന്നാൽ മാത്രം മതി കേട്ടോ.